ആഗോളതലത്തിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നാലാമത്തെ വിഭാഗം ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ. ഇതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഹ്യൂമൺ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു അണുബാധയാണ് ഇതിൻ്റെ പ്രധാന കാരണം. 20 മുതൽ 35 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഈ അണുബാധ ഉണ്ടാകുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ലൈംഗിക ബന്ധം ആരംഭിക്കുക, സുരക്ഷിതമല്ലാത്തതും ഒന്നിലധികം ലൈംഗിക പങ്കാളികൾ ഉണ്ടായിരിക്കുക, താരതമ്യേന വ്യാധി പ്രതിരോധ ശേഷി കുറഞ്ഞവരിലുമാണ് ഈ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മധ്യവയസ്കരിലായ സ്ത്രീകളിലാണ് ഈ ലക്ഷണങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന തീവ്രമായിട്ടുള്ള വേദന, അതിനുശേഷം ഉണ്ടാകുന്ന രക്തസ്രാവം, മാസമുറ അല്ലാത്ത സമയത്തുണ്ടാകുന്ന രക്തസ്രാവം, ആർത്തവ വിരാമത്തിന് ശേഷമുണ്ടാകുന്ന രക്തസ്രാവം, യോനിയിൽ നിന്നും ദുർഗന്ധത്തോടു കൂടിയുള്ള യോനിസ്രാവം തുടങ്ങിയവ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ രോഗസാധ്യത എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? 20 മുതൽ 65 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ നിർബന്ധമായിട്ടും 3 വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ട ഒരു സ്ക്രീനിംഗ് പരിശോധനയാണ് പാപ്സ്മിയർ സ്ക്രീനിംഗ് ടെസ്റ്റ്. ഇതുകൂടാതെ ചെയ്യാവുന്ന മറ്റൊരു ടെസ്റ്റാണ് HPV DNA ടെസ്റ്റ്. ഇന്ന് സെർവൈക്കൽ ക്യാൻസർ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള കുത്തിവയ്പ്പുകൾ ലഭ്യമാണ്. 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിലാണ് ഈ പ്രതിരോധ കുത്തിവയ്പ്പ് 3 ഡോസുകളിലായി നൽകുന്നത്. ഏകദേശം 15 മുതൽ 20 വർഷം വരെ കാലയളവ് കൊണ്ടാണ് ഇത് ക്യാൻസറായി രൂപാന്തരം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ചെയ്യുന്ന പാപ്സ്മിയർ സ്ക്രീനിംഗ് ടെസ്റ്റുകൾ വളരെ നിർണായകമാണ്. ഈ രോഗം പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയുർവേദത്തിലൂടെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ക്ഷാരകർമ്മം, യോനി പിജു, വ്യാധി പ്രതിരോധ ശേഷി കൂട്ടുവാൻ ആവശ്യമായിട്ടുള്ള രസായന ചികിത്സകൾ ആയുർവേദത്തിൽ ലഭ്യമാണ്. സുരക്ഷിതമായിട്ടുള്ള ലൈംഗിക ബന്ധം, തക്ക സമയത്തുള്ള പാപ്സ്മിയർ സ്ക്രീനിംഗ് ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴി ഈ രോഗസാധ്യത ഇല്ലാതാക്കുന്നതിനും പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധിക്കുന്നതുമാണ്.